ഹലോ ഗായ്സ്, അരുൺ ചങ്സാണ്. അരുൺ ചങ്സിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നത്തെ വീഡിയോ കാണിക്കാൻ പോകുന്നത് ഞാൻ ഇപ്പോൾ വന്നേക്കണ മൂന്നാർ മറയൂർ കാന്തല്ലൂരാണ്. അവിടെ നിന്ന് ശർക്കര ഫാക്ടറി കാണാൻ പോകുന്നുണ്ട്. മറയൂർ ശർക്കര, ഇതാണ് മറയൂർ ശർക്കര ഫാക്ടറി. അതിൻ്റെ പുറത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഉള്ളിൽ കയറിയിട്ടില്ല, പാസ് വേണമെന്ന് പറയാം. അപ്പോൾ അവരെല്ലാവരും കൂടെ ഒന്ന് വന്നിട്ട് കയറാമെന്ന് പറഞ്ഞിട്ട് പുറത്ത് നിന്നപ്പോൾ അവിടുത്തെ വീട് ചെടികളുടെ വീടൊക്കെ എടുത്തറാം. അതിൻ്റെ ഉള്ളിൽ വേറെ ഒരു ഇതുണ്ട്. അതിനുള്ളിൽ കയറാൻ 6 മണി വരെയുള്ള സമയം കഴിഞ്ഞു. പുറത്ത് അതിൻ്റെ ഉള്ളിൽ മുട്ടായൊക്കെ ഉണ്ട്, ശർക്കര മുട്ടായി. അവിടെ ആൾ നിൽക്കണുണ്ടല്ലേ. അപ്പോൾ അവിടുത്തെ പുറത്ത് തന്നെ, അകത്ത് കയറിയിട്ടില്ല. ആൾ വരാൻ കുറേ മരങ്ങളുണ്ട്. നല്ല ചന്ദന മരം, നെല്ലിക്ക, മാതള മരം, ഇത് കരിമ്പിൻ ജ്യൂസിൻ്റെ ജ്യൂസ് അരച്ച് നീരായി അടിയിൽക്കൂടി അരച്ച് കഴിഞ്ഞ് കരിമ്പിൻ്റെതൊക്കെ നല്ലതാണ്. അത് കാണിക്കുന്നത് അടുത്ത സാധനം കാണിക്കാൻ പോകണം. അടുത്ത ശർക്കര ഇതിലോട്ട് പോകാൻ അകത്തോട്ട് കാരണം അതിൻ്റെ ഉള്ളിലാണ് ശർക്കര ഉരുകി മേളയിൽ കൂടി കയറി ശർക്കര ഉരുകി അവിടെ വീഴും. അവിടെ ഒരു വലിയൊരു കുളം പോലത്തെ ഒരു സാധനമാണ്. കാണാത്തോടത്തായാലും മികരം കാണാൻ കരിമ്പിൻ ജ്യൂസിൻ്റെ ഓണൊക്കെ കാണിക്കില്ല. കൈയിട്ട് ഓരോ കരിമ്പൊക്കെ പിഴിഞ്ഞ് അടിയിൽ തന്നെ എഴുതാവും. പിന്നെ രണ്ടാമതാൾ കരിമ്പ് രണ്ടെണ്ണം കൂടി ചതഞ്ഞതല്ല അതിൻ്റെ പുറത്തോട് പിന്നെയും വെച്ച് സൈഡിൽ കൂടി അതിൻ്റെ ഉള്ളിൽ തന്നെ ശർക്കരയുടെ ഇത് എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് വെച്ച് അതുവരെ പോകണം. അപ്പം അതിൻ്റെ ഉള്ളിൽ നിന്ന് അടുത്ത സാധനം കാണിക്കാൻ പോകണം. അടുത്ത സ്ഥലത്തോട്ട് പോകണം. അടുത്ത അതിനെപ്പറ്റി ഓരോന്ന് വിശദീകരിച്ച് പറയണം. അതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അതങ്ങനെ വന്നതും പോണതൊക്കെ ഉരുളി വഴിയിടണം. ഓരോന്നൊക്കെ വെച്ച് എല്ലാം പറഞ്ഞത് ഇതൊക്കെ ശരിയാക്കി തന്നെയാണ്. അതൊക്കെ ഓരോന്ന് പറയണം. അതിനെപ്പറ്റി അത് എല്ലാവരും കേട്ട് ശ്രദ്ധിക്കണം. അവിടെ തന്നെ വേറെ ഒരെണ്ണമുണ്ടായിരുന്നു. ഇപ്പം ആ വലിയ കുളം പോലത്തെ വെച്ചാണ് വേണ്ട ശർക്കര ഉരുകി വീണ് തിളച്ച് കിടക്കണം. ശർക്കര ആവി തന്നെ അതിൽ തിളച്ചിട്ട് ആവി വേണമെങ്കിൽ തിളച്ച് കഴിഞ്ഞല്ലാണ്ട് അതിൽ നിന്ന് കോരിയെടുത്ത് ഒഴിച്ച് പോലെ ആക്കുക. പോലെ ആക്കിയിട്ടില്ല, കോരി എടുക്കാൻ അങ്ങനെ ഉരുകി വീണതാണ്. ആവി ഇറക്കണം. അതിനെപ്പറ്റി അതിൻ്റെ പൊക്കത്ത് കയറുന്ന മിഠായിനെ പറ്റി പറയാനുണ്ട്. ശർക്കരയുടെ മിഠായിലാണ്. ഒക്കെ തിളച്ച ആവി ഞാൻ ഒന്നും കൂടി പോയി എടുക്കാം. 1 കിലോമീറ്റർ രണ്ടാമത് എടുക്കാറുണ്ട്. ശർക്കര തിളച്ച് ഉരുകി ശർക്കര തിളച്ച് കിടക്കണം. അപ്പോൾ അടുത്തത് കരിമ്പിൻ ജ്യൂസിൻ്റെ മിശ്രിതത്തിലാണ് കരിമ്പ് വെച്ച് അടിയിൽ കൂടി നേരി പിഴിഞ്ഞ് വന്നത്. ആദ്യത്തിൽ ചെട്ടി കാരണം ഞാൻ രണ്ടാമത്
അപ്പുറത്തൊരു ഗ്ലാസ്സിൽ കൊടുത്തത് പിഴിഞ്ഞങ്ങാണ് കുടിക്കാനായിട്ട് പൊടിച്ചുണ്ടായിരുന്നില്ല. പിന്നെ ഗ്ലാസ് എന്നിട്ട് ഒന്നും കൂടി അവിടെ തന്നെ വെച്ചാൽ കുറച്ച് കൂടുതലാക്കി എടുക്കും. ഇത് കണ്ടു കഴിഞ്ഞ് എല്ലാവരും കൂടി പുറത്തിറങ്ങില്ല. അല്ല, അവിടെയാണ് കരിമ്പ് ജ്യൂസ് നീരാക്കി കൊടുക്കുന്നത്. എല്ലാം കണ്ടു കഴിഞ്ഞ് എല്ലാവരുടെ പുറത്തോട്ട് ഇറങ്ങണതാണ്. ഓരോരുത്തരെ എല്ലാവരും പുറത്തോട്ട് ഇറങ്ങണതാണ്. അപ്പം ഒന്നും കൂടി പുറത്തുനിന്ന് ഒരു വീഡിയോ കൂടി എടുത്ത് കരിമ്പൊക്കെ ഇരിക്കണാണല്ലേ. ഓരോരുത്തരായിട്ട് പുറത്തോട്ട് ഇറങ്ങണം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുറത്തുനിന്നുള്ള വീഡിയോ ആണ് കാണുന്നത്. എല്ലാവരും കണ്ടു ഇറങ്ങിപ്പെടുത്ത വീഡിയോ. അവരുടെ വീടാണ് അപ്പുറത്ത്. കരിമ്പ് ജ്യൂസിൻ്റെയും ഉണ്ട്. കരിമ്പ് നേരത്തെ വെച്ചിട്ടുണ്ടേ വിഷയത്തിൽ വെക്കാൻ. ശർക്കര പുറത്തിറങ്ങിയപ്പോൾ ഒരു കാര്യം മാത്രം മറന്നു. ശർക്കര ഉണ്ടാക്കിയ വെച്ചാണ് കാണിച്ചത്. ശർക്കര അത് ഉരുക്കിയ സാധനം എടുത്ത് അത് ഉണ്ടാക്കി വെച്ച് ചൂടാറിക്കഴിഞ്ഞാൽ അത് ഉണ്ട പോലെ ആക്കി ചാക്കിലാക്കി വെക്കണമായിരുന്നു. ഉണ്ട പോലെ ശർക്കര ഉണ്ടാക്കി വെക്കണം. ഉണ്ടാക്കിയിട്ട് അത് ഇതിൻ്റെ ഉള്ളിലോട്ട് വെക്കും. ഉണ്ടാക്കി വെച്ചാണ് അത് കാണിച്ചു കഴിഞ്ഞത് പുറത്തോട്ട് ഇറങ്ങി. ഞാൻ സ്റ്റെപ്പിൻ്റെ മേളിൽ നിന്നാണ് വീഡിയോ എടുക്കണം. അവർ പുറത്തിറങ്ങി. രണ്ടുപേരകത്തുണ്ടായിരുന്നു. പുറത്തിറങ്ങിയത് അടച്ചിട്ടില്ല. വണ്ടിയെ കിടക്കാണ്ട് അടച്ചു. അടുത്ത വീഡിയോ ഫാക്ടറി കണ്ടിട്ട് തിരിച്ചു